ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ കഥകളെല്ലാം എല്ലാവരും കേൾക്കണം. അമ്മ മഹാമായ വിവാഹത്തിന് തയ്യാറെടുക്കുന്ന ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. ഭഗവാൻ പരമശിവൻ സമ്മതിക്കുന്നു. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ പറയാം. പക്ഷേ ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയല്ല പറയുന്നത്. ശ്രീമദ് മഹാഭാഗവതത്തിലെ ഒരു ഭാഗമാണ്. എല്ലാവരും ഭഗവാന്റെ ഈ കഥ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കഥകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന മഹത്തായ മറ്റൊരു കാര്യമുണ്ട്. എന്താണത്? കലിയുഗമാണ്. കലിയുഗത്തിൽ ഭഗവാന്റെ കഥകൾ പറയുന്നതും കേൾക്കുന്നതും പ്രചരിപ്പിക്കുന്നതും പുണ്യമാണ് എന്ന് ചിന്തിക്കുക. ഹരേ കൃഷ്ണ. ഇന്നത്തെ ഈ ഭാഗം, ഭാഗവതത്തിലെ ഈ ഭാഗം ദാരിദ്ര്യസമ്പന്ന പൂജ. ശ്രദ്ധിച്ചു കേൾക്കണം. മിഥിലയിൽ ശ്രുതിധരൻ എന്ന ഒരു സാധു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. അദ്ദേഹം വലിയ കൃഷ്ണഭക്തനായിരുന്നു. സദാസമയവും ഭഗവാനെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു ആ സാധു ബ്രാഹ്മണൻ്റെ അന്തരംഗത്തിൽ നിഴലാടിക്കൊണ്ടിരുന്നത്. ദ്വാരകാധിപതിയായി വാഴുന്ന ലോകനാഥനെ ഒന്ന് കാണുവാൻ ആ ബ്രാഹ്മണന് മോഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്തു ഫലം? നടന്നു പോകുവാൻ അദ്ദേഹത്തിന് ശരീരബലം പോലും ഇല്ലായിരുന്നു. വെറും നിർധനനായ ഒരു അവശ്യഭക്തൻ എന്നു മാത്രമേ ശ്രുതിധരനെക്കുറിച്ച് പറയാനുള്ളൂ. അന്ന് മിഥില ഭരിച്ചുകൊണ്ടിരുന്നത് ബഹുലാശ്വൻ എന്ന രാജാവായിരുന്നു. അദ്ദേഹം ഒരു വലിയ കൃഷ്ണഭക്തനായിരുന്നു. വിഷ്ണു പൂജകളും വിഷ്ണു പ്രീതികരങ്ങളായ സൽക്കർമ്മങ്ങളും അദ്ദേഹം നിത്യവും കൊട്ടാരത്തിൽ നടത്തിക്കൊണ്ടിരുന്നു. തൻ്റെ സാന്നിധ്യത്തെ ആഗ്രഹിച്ച് സദാ തന്നെ ധ്യാനിച്ചുകൊണ്ട് കഴിയുന്ന ആ രണ്ടു ഭക്തന്മാർക്കും ദർശനം നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു. അതനുസരിച്ച് ഒരു ദിവസം അദ്ദേഹം മിഥിലയിലേക്ക് പുറപ്പെട്ടു. മാർഗമധ്യേ മാമുനികളും മഹാബ്രാഹ്മണരും ഭക്തജനങ്ങളും അദ്ദേഹത്തെ അനുഗമിച്ചു. എവിടേക്കാണ് രമാപതിയുടെ എഴുന്നള്ളത്തെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഭഗവാൻ എവിടെയാണോ അവിടെ പുണ്യകരമാണല്ലോ എന്നു കരുതി എല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ പുറപ്പെട്ടു. കൃഷ്ണൻ മിഥിലയിൽ എത്തിയ ഉടനെ തന്നെ ഭക്തനായ ശ്രുതിധരനും മന്നവനായ ബഹുല്ലാശനും ആ വിവരം അറിഞ്ഞു. രണ്ടുപേരും അദ്ദേഹത്തെ എതിരേൽക്കാനായി അവിടെ എത്തിച്ചേർന്നു. രാജാവ് രാജപദവിയോടും ശ്രുതിധരൻ അതീവ സന്തോഷത്തോടുകൂടി തൻ്റെ നിർധനമായ അവസ്ഥ അനുസരിച്ചിട്ടുള്ള സ്ഥിതിയോടും കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. തൻ്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളണമെന്ന് രാജാവും തൻ്റെ ചെറുഭവനത്തിലേക്ക് എഴുന്നള്ളണമെന്ന് ബ്രാഹ്മണനും ഒരേ സമയം ഒപ്പമായി ഭഗവാനോട് അപേക്ഷിച്ചു. രാജാവേ, ഞാൻ അങ്ങയുടെ കൊട്ടാരത്തിലേക്കാണ് വരുന്നത്. അങ്ങ് മുമ്പേ നടക്കൂ എന്ന് ഭഗവാൻ അരുളി ചെയ്തപ്പോൾ രാജകൽപ്പനയനുസരിച്ച് ബഹുമാന സൂചകങ്ങളായ വെടികൾ മുഴങ്ങി. കൃഷ്ണനും കൂടെയുള്ള ഭക്തവൃന്ദങ്ങളും ബഹുലാശൻ്റെ കൊട്ടാരത്തിലേക്ക്
യാത്ര തിരിച്ചു. ഭക്തവത്സലനായ ഭഗവാൻ രണ്ടുപേരെയും ഒപ്പം തൃപ്തിപ്പെടുത്തുവാനായി അവരറിയാതെ തന്നെ രണ്ട് കൃഷ്ണരൂപം സ്വീകരിച്ച് ഒരു കൃഷ്ണൻ രാജാവിൻ്റെ കൂടെ പുറപ്പെട്ടു. മറ്റേ കൃഷ്ണൻ നിരാശനായി നിന്ന ശ്രുതിധരൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ബ്രാഹ്മണ, വിഷാദിക്കണ്ട, അങ്ങയുടെ ഭവനത്തിലേക്കാണ് ഞാൻ വരുന്നത്. നടക്കൂ, നമുക്ക് പോകാം. ആ സാധു ബ്രാഹ്മണൻ ഇതു കേട്ടപ്പോൾ ആനന്ദത്തിലാറാടി. ആ ബ്രാഹ്മണൻ ഭഗവാനെ വീണ്ടും വീണ്ടും തൊഴുതുകൊണ്ട് തൻ്റെ ഗൃഹത്തിലേക്ക് ഭക്തിപൂർവം ആനയിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെയും ഭക്തജനങ്ങളും മുനിവൃന്ദങ്ങളും ഉണ്ടായിരുന്നു. ഗൃഹത്തിൽ പ്രവേശിച്ച ശ്രീപതിയെയും ഭക്തജനങ്ങളെയും മഹീസുരൻ ആനന്ദത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും എതിരേറ്റു. സ്വീകരിച്ച് ദണ്ഡനമസ്കാരങ്ങൾ ചെയ്തു. പാവനമായ പീഠത്തിൽ കേവലനായ ഭഗവാനെ ഇരുത്തി. അദ്ദേഹത്തിൻ്റെ കഴൽ മലരുകളെ കഴുകി ആ തീർത്ഥം പാനം ചെയ്തു. പുഷ്പങ്ങൾ കൊണ്ടർപ്പിച്ച് ശ്രീവത്സാങ്കിത തിരുമാറിൽ സുഗന്ധ പുഷ്പങ്ങൾ അണിയിച്ചു. ആ അന്തണൻ അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ച് ഭക്തിലഹരിയിൽ മുഴുകി ആനന്ദ നൃത്തം ചെയ്തു. സന്തുഷ്ടനായി ഭവിച്ച അന്തര്യാമിയായ ചെന്താമരക്കണ്ണൻ ബ്രാഹ്മണനെ അടുത്തു വിളിച്ചു നിർത്തി തലോടിക്കൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു, വിപ്രോത്തമ, എനിക്കേറ്റവും ഹിതകരമായ പൂജ അങ്ങ് നൽകിയിരിക്കുന്നതിനാൽ ഞാൻ സന്തുഷ്ടനായി. അങ്ങേക്കു വേണ്ട അനുഗ്രഹങ്ങൾ ദാനം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ അങ്ങേക്ക് സകലവിധ സായുജ്യവും സിദ്ധിക്കും. ഭക്തോത്തമ, ധനാഢ്യൻ്റെ ആർഭാടപൂർവകമായ പൂജയേക്കാൾ ധനഹീനൻ്റെ നിഷ്കളങ്ക ഭക്തിയോടുകൂടിയ ലളിത പൂജയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഭക്തന് മന്ത്രമോ തന്ത്രമോ ആവശ്യമില്ല. ഒരു തുള്ളി ജലം കൊണ്ട്, ഒരു പുഷ്പദളം കൊണ്ട് എന്നെ പൂജിച്ചാലും ഞാൻ തൃപ്തനാകും. യാതൊരുത്തൻ സർവവും ഞാനായിട്ട് കാണുന്നുവോ അവനാണ് എൻ്റെ ഭക്തൻ. ഭക്തൻ എന്നെ വിളിച്ചാൽ അവൻ്റെ വിളിപ്പുറത്ത് ഞാൻ ചെല്ലുക തന്നെ ചെയ്യും. അവൻ്റെ ദാസനായി ഞാൻ പെരുമാറും. ആര് എന്നെ ഏതു രൂപത്തിൽ ധ്യാനിച്ചാലും ഞാൻ അവർക്ക് പ്രത്യക്ഷപ്പെടും. എനിക്ക് പ്രത്യേകമായി യാതൊരു രൂപവുമില്ല. എൻ്റെ ഭക്തന്മാരെ പൂജിക്കുന്നതും എന്നെ പൂജിക്കുന്നതിന് തുല്യമാണ്. എന്നോട് കൂടിയുള്ള ഈ മാമുനികളെയും ബ്രാഹ്മണരെയും അങ്ങ് യഥോചിതം പൂജിച്ചിരിക്കുന്നതിനാൽ ഞാൻ അതീവ സംതൃപ്തനായിരിക്കുന്നു. ഈ വിധം ഉപദേശിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ബ്രാഹ്മണ ഗൃഹത്തിൽ നിന്നും യാത്ര തിരിച്ചു. രാജകൊട്ടാരത്തിലെ പൂജകളും അദ്ദേഹം സസന്തോഷം സ്വീകരിച്ചു. രാജാവിനും മഹത്തായ ഉപദേശങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകി. ദരിദ്രനെയും ധനവാനെയും ഒരുപോലെ ദയാവാരിധിയായ ദീനവത്സലൻ പരിഗണിച്ചു എന്ന കഥയാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഹരേ കൃഷ്ണ. ഈ കഥ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. പലപ്പോഴും നമുക്ക് ഓരോരുത്തർക്കുമുള്ള ചിന്ത, ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാകുമോ? അവർ ചെയ്യുന്നത് പോലെ അല്ലല്ലോ ഞാൻ ചെയ്തത്. ഞാൻ ഇത്ര കാര്യങ്ങളൊക്കെ ഭഗവാന് വേണ്ടി ചെയ്താൽ മതിയോ? ഇങ്ങനെയൊക്കെ നമുക്ക് സംശയം തോന്നും. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഭഗവാന് അതൊന്നുമല്ല ആവശ്യം. ഭഗവാൻ ഏറ്റവും ആവശ്യം എന്താണ്? നമ്മളുടെ ഓരോരുത്തരുടെയും സ്നേഹം, ഭക്തി,
ഭക്തിയിലേക്കൊക്കെ എത്താൻ ഒരുപാട് കാലമെടുക്കും. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാനെ സ്നേഹിക്കുക. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി ഭഗവാനെ കണക്കാക്കുക. എല്ലാ കാര്യങ്ങളും ഭഗവാനോട് പറയുക. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്ന ഒരു സഹോദരി എനിക്കൊരു മെസ്സേജ് അയച്ചു. വെളുപ്പിനെ ആ സഹോദരി ഒരു സ്വപ്നം കാണുന്നു. എന്നിട്ട് ആ സ്വപ്നത്തിൽ അവർ പറയുകയാണ്, ഹന്തഭാഗ്യം ജനാന. അത് നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകത്തിലെ ഒരു ഭാഗമാണ്. നമ്മൾ 24 മണിക്കൂറും ഭഗവാനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. നമ്മൾ എത്രത്തോളം ഭാഗ്യമുള്ളവരാണ്. കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ മഹത്തായ ക്ഷേത്രങ്ങൾ ദർശിക്കുന്നതിനും ഇന്ന് നമുക്ക് എല്ലാവരുടെയും കയ്യിൽ പൈസയുണ്ട്. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാം. പഴയ കാലത്ത് അതിഭീകരമായ ദാരിദ്ര്യമായിരുന്നു. ഇന്ന് അത്രയും ദാരിദ്ര്യമൊന്നും ആർക്കുമില്ല. എല്ലാത്തിനും അതിൻ്റേതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഭഗവാൻ വിളിക്കണം. ആ വിളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത്. ഓരോ ക്ഷേത്രങ്ങളിലേക്കും നമ്മൾക്ക് എത്തണമെങ്കിൽ ഭഗവാന്റെ ഒരു ഇച്ഛ കൂടി വേണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടേക്കൊക്കെ എത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ കാണാനും കേൾക്കാനുമൊക്കെ സാധിക്കുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമാണെന്ന് നമ്മൾ കരുതുക. ഇപ്പോൾ എനിക്ക് തന്നെ നിങ്ങളോട് ഈ കഥകൾ പറയാൻ പറ്റുന്നത് ഞാൻ എത്രയോ ജന്മങ്ങളിൽ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ടായിരിക്കും ഭഗവാൻ എന്നെ ഇതിന് നിയോഗിച്ചിരിക്കുന്നത്. ഈ കഥകൾ പറയുക, ഇതാണ് നിൻ്റെ ജോലി. ഈ ജോലി നീ ചെയ്യുക. 10 പേരെ കേൾക്കുന്നുള്ളോ, ആ 10 പേരെ നീ കേൾപ്പിക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് കേൾക്കാൻ സാധിക്കുന്നത് നിങ്ങൾ എത്രയോ ജന്മങ്ങൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലം. ഭഗവാന്റെ കഥകൾ കേൾക്കാൻ സാധിക്കാത്ത എത്രയോ ആളുകളുണ്ട്. ഭഗവാനെ കാണാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവർ. ആ സഹോദരിയും ഭഗവാനിലേക്ക് അടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ടായി എന്നറിയാമോ? നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഈശ്വരനിലേക്ക് അടുക്കണം. അപ്പോൾ മാത്രമേ ഈ കലിയുഗത്തിൽ ഒരു ശാന്തതയും സമാധാനവുമൊക്കെ കൈവരികയുള്ളൂ. നാമം ജപിക്കുക, നിരന്തരം നാമം ജപിക്കുക. മറ്റുള്ളവരെ പറ്റി കുറ്റവും കുറവും ഒന്നും പറയാതിരിക്കുക. അനാവശ്യ കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകാതിരിക്കുക. നമുക്കിഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ടാകാം. അതിലേക്കൊന്നും നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകാതിരിക്കുക. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഒന്നും പറയാതിരിക്കുക. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് മറ്റുള്ളവരെ പറ്റി ദുഷിക്കാതിരിക്കുക. നമുക്കറിയില്ല, വല്ലവരും പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റുപിടിച്ച് വെറുതെ നമ്മളുടെ നന്മ കൂടി കളയരുത്. അതെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ മറ്റൊരാളെ പറ്റി കുറ്റം പറയുമ്പോൾ അയാളുടെ പാപം കുറയുകയും നമ്മളുടെ പാപം കൂടുകയുമാണ് ചെയ്യുന്നത്. ഇതാരാണ് പറഞ്ഞത്? പാക്കനാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കഥ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, പലരും കേട്ടിട്ടുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ല കഥയാണ്. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നല്ല കുട്ടികളാകും. ആരുടെയും കുറ്റം പറയില്ല. നമ്മുടെ വീടിനും നമ്മുടെ സമൂഹത്തിനും ശാന്തതയുണ്ടാകും. എന്തിനാണ് മറ്റുള്ളവരുടെ ദോഷവും കൂടി നമ്മൾ വലിച്ച് നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും കയറ്റുന്നത്? അക്കാര്യം ഓർത്തു കഴിഞ്ഞാൽ നമ്മൾ ആരെ പറ്റി ഒന്നും പറയില്ല. കിട്ടുന്ന സമയമൊക്കെ നാമം ജപിക്കുക. ഹരേ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് ധാരാളം ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ടേയിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഓരോ ദിവസത്തെയും പ്രത്യേകതയനുസരിച്ച് അതാത് ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവരും ഒന്ന് തന്നെ. ശ്രീ പരമേശ്വരനായാലും നാരായണനായാലും എല്ലാവരും ഒന്ന് തന്നെ. ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോവുക. ഓരോ കഥയിലും 1000 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങളെല്ലാവരും അതുപോലെ ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ്
ഈ ചാനലിൽ ഓരോ ദിവസം ചെല്ലുന്തോറും കേൾവിക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നത്. കാരണം എല്ലാവർക്കും ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും ഭഗവാനെ സ്നേഹിക്കുന്നതും വലിയ ഇഷ്ടമാണ്. ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കണം, അത് വളരെ അത്യാവശ്യമാണ്. കാരണം അത് ഭഗവാന് ഏറ്റവും ഇഷ്ടമാണ്. ഭഗവാനെ പറ്റി മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാന് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഭഗവാന്റെ സ്നേഹം ലഭിക്കുകയാണ്. അതല്ലാതെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒളിച്ചു വെച്ച് മറ്റുള്ളവർക്ക് നന്മയുണ്ടായാലോ എന്ന് കരുതി ഇരിക്കരുത്. അതൊക്കെ ഭഗവാൻ കാണുന്നുണ്ട്. ഷഷ്ടി വരുന്നു, എല്ലാവരും ഷഷ്ടിവ്രതം എടുക്കണം. വലിയ വിശേഷപ്പെട്ട ഷഷ്ടിയാണ്. അത് കഴിയുമ്പോൾ ഏകാദശിയുണ്ട്. വീഡിയോ ഇടാം. കഥകൾ എല്ലാവരും കേൾക്കണം. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയണം. ഹരേ കൃഷ്ണ.